തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന് സമരത്തിന് പിന്നിൽ SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ഉണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയമായ ഇടപെടൽ നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ആശാ വർക്കേഴ്സ് ശത്രുക്കളല്ലെന്നും ഇനിയും ചർച്ചയ്ക്ക് തയ്യാറെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആശാവർക്കന്മാരിൽ എന്ത് ശത്രു? ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അദാനിയും അംബാനിയും ഒക്കെ കിടക്കുമ്പോൾ എനിക്ക് പാവം ആശാവർക്കർക്ക് ഞങ്ങളെ ശത്രുവാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ശത്രുവല്ല. അവരോടെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും ചർച്ച ചെയ്യാം. ആവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. സമര നേതൃത്വം കൊടുക്കുന്നവരും നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതിൽ SDPI ഉണ്ട്, അതിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, അതിൽ SUCI ഉണ്ട്, അതിൽ ഈ പറയുന്ന രീതിയിലുള്ള അരാജകവാദികളായ നിരവധി ആളുകളുണ്ട്. അതിനോട് ഞങ്ങൾക്ക് ശക്തിയായ വിയോജിപ്പുണ്ട്. ശ്രീജിത്ത് തിരുവനന്തപുരത്തും വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്രീജിത്ത്, സമരം ചെയ്യുന്ന ഇർക്കിൽ സംഘടന, പിന്നിൽ അരാജക സംഘടനകൾ, അങ്ങനെ ഒരുപാട് നെറേറ്റീവുകൾ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഇതാ സെക്രട്ടറിയുടെ വക പുതിയൊരു നെറേറ്റീവ് കൂടി. അക്ഷരാർത്ഥത്തിൽ ആശാ വർക്കേഴ്സിന്റെ സമരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണോ? ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദന്റെ പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സമരത്തിൽ അരാഷ്ട്രീയ ശക്തികളുണ്ട് എന്ന കാര്യം CPM നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. എളമരം കരീം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് ആദ്യം അരാഷ്ട്രീയ ശക്തികളുണ്ടെന്ന കാര്യം വന്നത്. പിന്നീട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അരാജക ശക്തികളുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ആ അരാജക ശക്തികൾ ആരൊക്കെയാണെന്ന കാര്യം വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തമാക്കുകയാണ് MV ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്. SUCI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, SDPI ഉണ്ട്. ഈ സംഘടനകളെല്ലാം അരാജക സംഘടനകളെല്ലാം ഇക്കാര്യത്തിലുണ്ട് എന്നാണ്. എന്നാൽ ആശാ വർക്കർമാരുടെ സമരത്തിന് CPIM എതിരല്ല, ഒരു സമരത്തിനും CPIM എതിരല്ല. CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാരുടെ സംഘടനയാണ് ആദ്യ സമരം തുടങ്ങി വെച്ചത്. പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴത്തെ സമരം വന്നത്. എന്നാൽ സമരത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട് മാത്രമാണ് തങ്ങൾക്ക് എതിർപ്പ്. എന്നാൽ സമരത്തെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്ന ഒരു സമീപനം CPIMന് ഇല്ല എന്നുമാണ് MV ഗോവിന്ദൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്.